ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിവിൽ വാർ അറ്റ് ലിവർപൂൾ. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണിത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ക്ലബ്ബിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പല ക്ലബ്ബുകളും ഉണ്ടായി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ഇതിനകത്തോട്ടുള്ള ബിൽഡപ്പ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലുള്ള ഗെയിമിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് വെസ്റ്റ് ഹാം ഗെയിമായിരുന്നു ലിവർപൂളിന്. അപ്പോൾ എല്ലാവർക്കും അറിയാം ലിവർപൂൾ ഇപ്പോൾ റഫ് പാച്ച് അല്ല, ഐ വുഡൻറ്റ് കോൾ ഇറ്റ് എ ക്രൈസിസ്. പക്ഷേ ഒരു മാനേജർ ക്ലൂലെസ് ആണ് ആൻഡ് ഹീസ് ഓൺ ദ വേർജ് ഓഫ് ഗെറ്റിംഗ് സാക്ട്. അത് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വെസ്റ്റ് ഹാം ഗെയിം വരുന്നത്. വെസ്റ്റ് ഹാം എവേ ആണ്. ഹി ഡിസൈഡ്സ് ടു ഡ്രോപ്പ് സലേനെ ബെഞ്ച് ചെയ്യാണ്. അത് കഴിഞ്ഞ് സലയില്ലാത്തൊരു ലൈനപ്പ് ഇറക്കി ആൻഡ് വി വൺ ദ ഗെയിം. ആ കളി ജയിച്ചു, കൺവിൻസിങ് ആയിട്ട് ജയിച്ചു. പക്ഷേ അതൊരു ടെംപ്ലേറ്റ് മാത്രമായിരുന്നു. അതൊരു എന്താ പറയുക, കൊമൻറ്റബിളായൊരു വിന്നൊന്നും പറയാനൊന്നും ഉണ്ടായില്ല. ഹി വൺ ദ ഗെയിം. നല്ലോണം കളിച്ചു. പ്ലെയേഴ്സ് ഡിഡ് പ്ലേ വെരി വെൽ. സബ്ബായിട്ട് പോലും ഇറക്കിയില്ല സലേന ആ കളിയിൽ. അത് കഴിഞ്ഞ് വി പ്ലേഡ് സണ്ടർലൻഡ് അറ്റ് ആൻഫീൽഡ്. സണ്ടർലൻഡിനെ ലിവർപൂൾ ആൻഫീൽഡിൽ ഫേസ് ചെയ്യുമ്പോഴും സല ബെഞ്ചിലായിരുന്നു. സല അന്ന് ബെഞ്ചിലിരിക്കുമ്പോൾ സല മുഖത്ത് മറ്റേ മാസ്കൊക്കെ ഇട്ടാണ് ഇരുന്നത്. അപ്പോൾ തലയിലും മുഖത്തൊക്കെ മാസ്കൊക്കെ ഇട്ടാണ് ഇരുന്നത്. അപ്പോൾ ഹി വാസ് ഡ്രോപ്പ് ഫോർ ദ സെക്കൻഡ് ടൈം. അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഹി വോണ്ട് ബി ഹാപ്പി. കാര്യം സലേൻ്റെ സ്റ്റാറ്റസ് ഉള്ളൊരു പ്ലെയർ, ഐ തിങ്ക് ആർഗ്യുബിളി വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് എവർ ടു പ്ലേ ഇൻ ദ പ്രീമിയർ ലീഗ്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ബെഞ്ചിലിരിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് അൺഅക്സെപ്റ്റബിൾ ഫോർ ഫാൻസ്. ചില ഫാൻസിന് അങ്ങനെ ആവാം. ആൻഡ് ഫോർ ഹിംസെൽഫ് സല കാര്യം സലയ്ക്ക് പണ്ടും സൗദിയിൽ നിന്നും വേറെ കുറേ സ്ഥലത്തും ഓഫർ വന്നിട്ടും മോണിറ്ററി ഓഫേഴ്സ് വന്നിട്ടും പുള്ളി ലിവർപൂളിൽ തന്നെ നിന്നത് ഹി ലവ്ഡ് ലിവർപൂൾ. ആൻഡ് പുള്ളിക്ക് ടോപ്പ് ലെവലിൽ തന്നെ കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഹി ഗേവ് ജനറേഷനിൽ എനിക്ക് തോന്നുന്നു സല കഴിഞ്ഞവരെല്ലാം കൊടുത്തൊരു സീസൺ, അതായത് ഒരു ഓവറോൾ സീസൺ എനിക്ക് തോന്നുന്നില്ല ഒരു ഫോർവേഡും പ്രീമിയർ ലീഗിൽ കൊടുക്കുന്നു. എസ്പെഷ്യലി എ വിങ്ങർ, ഐ വുഡ് കോൾ സല വിങ്ങർ. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഹി ലിറ്ററലി വൺ ആസ് ദ പ്രീമിയർ ലീഗ് ടൈറ്റിൽ, ലിവർപൂളിൻ്റെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ. എന്നിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യനെ ബെഞ്ചിലിരുത്തുമ്പോൾ ഫാൻസായാലും ഈവൻ സലയായാലും ഹി വുഡ് ബി ആംഗ്രി അറ്റ് ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിയെ ബെഞ്ച് ചെയ്തു. സണ്ടർലൻഡിൻ്റെ കൂടെ ഒരു ഡ്രോ ആയിരുന്നു. പുള്ളി ഫസ്റ്റ് ഹാഫ് കളിച്ചില്ല. സെക്കൻഡ് ഹാഫ് ഇറങ്ങിയിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഫോർ സല. കാര്യം ദ ടീം വാസ് പ്രിറ്റി ബാഡ്. സണ്ടർലൻഡ് ആയിരുന്നു ദേ ഹാവ് ദ പവർ ഓവർ ലിവർപൂൾ. അപ്പോൾ ദേ പ്ലേഡ് കംഫർട്ടബിളി, അതാണ് കാര്യം. അപ്പോൾ വേർഡ്സിൻ്റെ ഒരു ഡിഫ്ലക്ഷനിലാണ് ഗോൾ വന്നത്. വേർഡ്സ് അടിച്ചൊരു ഷോട്ടിൽ നിന്ന് ഡിഫ്ലക്ഷനിലാണ് ഗോൾ വന്നത്. അപ്പോൾ അതൊരു ഡ്രോ ആയി. അത് കഴിഞ്ഞപ്പോഴും പീപ്പിൾ സ്റ്റാർട്ട് ടോക്കിങ്, അതായത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, അതായത് സലയല്ല പ്രശ്നം. അതായത് സല ഇല്ലാത്തപ്പോഴും വി ഹാവ് എ ബിഗ് പ്രോബ്ലം ദർ. അത് കോഡി ഗാക്പോ ആണ്. ഇപ്പോൾ കുറേ ആൾക്കാരായിരിക്കും കോഡി ഗാക്പോ എന്താണ് പ്രശ്നം, ഹി സ്കോർഡ് ആൻഡ് അസിസ്റ്റഡ് അഗെയിൻസ്റ്റ് വെസ്റ്റ് ഹാം. അതല്ലാതെ വെറും ആ കോൺട്രിബ്യൂഷൻ തരുന്നതാണ് പുള്ളിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ലെവറേജ് കോഡി ഗാക്പോന്. അത് കഴിഞ്ഞ് കോഡി ഗാക്പോ വീണ്ടും കളിക്കുന്നു. അപ്പോൾ ഫോർ ദ ലൈക്സ് ഓഫ് സലേനെ പോലത്തെ ഒരു പ്ലെയർ വിചാരിക്കുന്നത് ഒരു 8-9 വർഷമായിട്ട് ഈ ക്ലബിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനൊരു 10 ഗെയിം അല്ലെങ്കിൽ 11 ഗെയിം മോശം ഒരു റൺ വന്നപ്പോൾ പുള്ളിയെ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ ഇന്നെഫിഷ്യൻ്റായിട്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്ലെയേഴ്സ് ഇപ്പോഴും ആ ക്ലബ്ബിൽ കളിക്കുന്നു എന്നാലോചിക്കുമ്പോൾ പുള്ളിക്ക് എന്തായാലും ഫുള്ളി ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴും സ്ലോട്ടിനോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ യെസ് ബീൻ വെരി റെസ്പെക്റ്റ്ഫുൾ അബൌട്ട് സല. അതായത് ആഴ്ചയിൽ 3 ഗെയിമുണ്ട്. അപ്പോൾ സല ഇസ് ഗെറ്റിംഗ് ഓൾഡ്. അപ്പോൾ സലേനെ എല്ലാ കളിയും അങ്ങനെ കളിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ആർണെ സ്ലോട്ട് പറഞ്ഞത് 2 പ്രാവശ്യം. അപ്പോൾ യെസ് ബീൻ പ്രിറ്റി റെസ്പെക്റ്റ്ഫുൾ അബൌട്ട് സല. അത് കഴിഞ്ഞ് ഇന്നലത്തെ ഗെയിം വരുന്നു, ലീഡ്സ് യുണൈറ്റഡ് ആയിട്ടുള്ള ഗെയിം വരുന്നു. എലൻ റോഡിലായിരുന്നു ഗെയിം. അത് ഗെയിമിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇതുവരെ കാണാത്തൊരു ലിവർപൂളാണ് കണ്ടത്. കാര്യം പ്രസ് ചെയ്യുന്നു, ഇൻറ്റൻസ് ആവുന്നു. അതായത് ആ സമയത്ത് ഞാൻ ആസ് എ ലിവർപൂൾ ഫാൻ ഞാൻ ഓർക്കുകയും ചെയ്തു, സലേനെ ബെഞ്ച് ചെയ്തത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറൊരാളെടുത്ത് പുറത്തിടണമെന്ന് തോന്നിപ്പോയി. പക്ഷേ കാര്യം അതാണ് സലയുടെ ആർഗ്യുമെൻറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാം. അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിൽ കൊണാട്ടയുടെ എററിലൊരു ഗോൾ വരുന്നു, ഒരു പെനൽറ്റി കിട്ടുന്നു ലീഡ്സിന്, അതൊരു കൺവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് 2-2 ആവുന്നു. അത് കഴിഞ്ഞ് ലിവർപൂൾ 3-2 ആക്കി. അത് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ അത് 3-3 ആക്കി ലീഡ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3-2 ആക്കിയപ്പോഴത്തേക്കും സലേനെ അല്ല ഇറക്കിയത്, അതിനൊരു എൻഡോനാണ് ഇറക്കിയത്. അത് സ്ലോട്ടിനോട് ഇന്നലെ ചോദിച്ചു, സ്ലോട്ട് പറയുകയും ചെയ്തു അതായത് ഇറ്റ്സ് ടു പ്രൊട്ടക്റ്റ് എ ലീഡ്. അത് സത്യമാണത്. കാര്യം ഇപ്പോൾ 3-2 ഇറക്കിയിട്ട്
ഇപ്പോഴും പല മാനേജേഴ്സ്, ഇപ്പോൾ സ്ലോട്ടിനെ തന്നെ കുറേ ലിവർപൂൾ ഫാൻസ് കുറ്റം പറയുന്നുണ്ട്. 3-2 അല്ലെങ്കിൽ 1-ൽ നിൽക്കുമ്പോൾ എന്തിനൊരു ഫോർവേഡിനെ ഇറക്കി ബ്രിങ് ഓൺ എൻഡോ അല്ലെങ്കിൽ ഡിഫൻഡർ എന്നിട്ട് ക്ലോസ് ദ ഗെയിം, അതാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ സലേനെ കൊണ്ടുവന്നിട്ടാണ് ഇന്നലെ അത് ഡ്രോ ആയതെങ്കിൽ അത് ഫാൻസ് നേരെ തിരിച്ച് പറഞ്ഞു, അത് വേറെ കാര്യം. അപ്പോൾ ഐ ഫീൽ സ്ലോട്ട് ചെയ്തത് 100% ശരിയാണ്. അതായത് യു ഇത് സ്റ്റാർട്ട് സല ആൻഡ് ബെഞ്ച് ഗ്യാക്പോ, അതായിരുന്നു സ്ലോട്ടിന് പറ്റിയ മിസ്റ്റേക്ക്. അത് സ്ലോട്ട് ചെയ്തില്ല. സ്ലോട്ടിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ കഴിവുകേട് അതാണ്. അത് ഞാൻ അടുത്തടുത്ത് പറയും. ഗ്യാക്പോനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അലക്സിസ് മെക്കാലിസ്റ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അലക്സിസ് മെക്കാലിസ്റ്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആർനെ സ്ലോട്ടിൻ്റെ കഴിവുകേടാണ്. ബിക്കോസ് ദർ ആർ ബെറ്റർ പ്ലെയേഴ്സ് ഔട്ട് ദർ. അപ്പോൾ സലേനെ ബെഞ്ച് ചെയ്തു, എന്നിട്ട് ഗ്യാക്പോനെ ഇറക്കി, എന്നിട്ട് സലയ്ക്ക് ഇന്നലെ 1 മിനിറ്റ് പോലും കൊടുത്തില്ല. അത് കഴിഞ്ഞ് 3-3 ആയി. അപ്പോൾ ഇന്നലെ സല കളി കഴിഞ്ഞു. സല കളി കഴിഞ്ഞിട്ട് എവേ ഫാൻസിനോട് പോയിട്ട് കൈയൊക്കെ കാണിച്ചൊരു ബൈ ഒക്കെ പോലെ പറഞ്ഞിട്ട് പുള്ളി പോയി. അത് കഴിഞ്ഞ് സ്ലോട്ടിൻ്റെ എംബാർഗോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സൊബോസ്ലയുടെ എംബാർഗോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ബോംബാണ്. പുള്ളി ഒരു മിക്സ് സോൺ ജേർണലിസ്റ്റുകൾ നോർവീജിയൻ ടി വിയുടെ അടുത്ത് പോയിട്ട് പുള്ളി ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ അങ്ങ് കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നത് ഈസ് ബീൻ ലെറ്റ് ഡൗൺ ബൈ ദ ക്ലബ്. പുള്ളി ബെഞ്ചിലിരിക്കാൻ ഡിസേർവ് ചെയ്യുന്ന ഒരാളല്ല. ഹി ഈസ് ഏൺഡ് സ്പോട്ട്. ഹീസ് ബീൻ ലെറ്റ് ഡൗൺ ബൈ ദ ക്ലബ്. പുള്ളിക്ക് എപ്പോഴും ക്രിറ്റിസിസമാണ് കിട്ടുന്നത്. സമ്മൺ ദ ക്ലബ് വാണ്ട്സ് ഹിം ടു ഗോ. പിന്നെ ആർനെ സ്ലോട്ടായിട്ട് നല്ല റിലേഷൻഷിപ്പായിരുന്നു, ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സലയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു കാര്യം ശരിയാണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ട്രൂ. എനിക്ക് തോന്നുന്നത് റോജർ ഹണ്ട്, പിന്നെ ഇയൻ റഷ്, ജെറാഡ്, കെനി ഡൽഗ്ലീഷ്, അവരുടെ കൂടെ പറയാൻ പറ്റുന്നൊരു പേരാണ് മുഹമ്മദ് സല. ടോപ്പ് 5 പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ലിവർപൂളിന് വേണ്ടി കളിച്ച ഓൾ ടൈം 5 എടുത്തു കഴിഞ്ഞാൽ അതിൽ മുഹമ്മദ് സല ഉണ്ട്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ 8-9 വർഷമായിട്ട് സീരിയസ് ആയിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ഒരു 11 മാച്ചിൻ്റെ റഫ് പാച്ചിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, അത് 3 മാച്ചിന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഹി വുഡ് ബി ഫ്രസ്ട്രേറ്റഡ് 100%, അതിലൊരു സംശയമില്ല. പക്ഷേ അതായത് പുള്ളി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതല്ല വന്ന് ചെയ്യേണ്ടിയിരുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ് ആസ് എ ഫാൻ. കാര്യം ഹി വാസ് ഡ്രോപ്ഡ് ആബ്സല്യൂട്ട്ലി. അതൊരു ഡിസ്റെസ്പെക്റ്റാണ് പുള്ളിക്ക്. പക്ഷേ ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹീസ് ബീൻ വെരി ബാഡ്. അത് പുള്ളി മനസ്സിലാക്കിയിട്ടില്ല. ആൻഡ് ക്ലബ്ബ് ഒരു റഫ് പാച്ചിലൂടെ പോകണം. നോട്ട് ഓൺലി മുഹമ്മദ് സല, ക്ലബ്ബ് ഒരു റഫ് പാച്ചിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെയല്ല വന്ന് സംസാരിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ എനിക്കൊന്ന് സലയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇറ്റ് വുഡ് ബി റൈറ്റ്. ബിക്കോസ് ഹീസ് എ ബിഗ് ഈഗോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഹീ നോസ് വാട്ട് ഹീസ് ഡൂയിങ്. കഴിഞ്ഞ കൊല്ലം പുള്ളിക്ക് കോൺട്രാക്റ്റ് വേണ്ടപ്പോഴും പുള്ളി ഇതേപോലെ ആയിരുന്നു. അപ്പോൾ ഫ്രസ്ട്രേഷനിലാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഈഗോ. പക്ഷേ സ്റ്റിൽ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം ടു സേ ദാറ്റ് എന്നുള്ളൊരു ഒപ്പീനിയൻ ഉള്ള ഒരാളാണ് ഞാൻ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ആൾക്കാർ പറയുന്നത് ഇറ്റ്സ് ഫുള്ളി ഓൺ സ്ലോട്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഹീ ഷുഡ് ഹാവ് ഹാൻഡിൽ സല സിറ്റുവേഷൻ പ്രിറ്റി വെൽ. കാര്യം സല നോക്കുമ്പോൾ എന്താണ്, കഴിവ് ഇല്ലാത്ത പ്ലെയേഴ്സ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാണ് ഇൻസ്റ്റെഡ് ഓഫ് സല. അതായത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കോഡി ഗാക്പോനെ പറ്റി തന്നെയാണ്. കാര്യം സെയിം എഫക്റ്റാണ് കോഡി ഗാക്പോ സ്റ്റാർട്ട് ചെയ്യാണ്ട് മുഹമ്മദ് സല സ്റ്റാർട്ട് ചെയ്താലും ഉണ്ടാകാൻ പോകുന്നത്. കാര്യം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട് മാത്രമല്ല, അതായത് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള രീതിയിലാണെങ്കിൽ പോലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഫോർ ലിവർപൂൾ. അപ്പോൾ എന്തുകൊണ്ട് സ്ലോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വളരെ എന്താണ് കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ബയസ് ഓർ ഇറ്റ് വേറെ ആരും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ലെഫ്റ്റിൽ കളിക്കാൻ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് ഇപ്പോൾ ഹി ഹസ് ലോസ്റ്റ് ഡ്രസ്സിങ് റൂം, അതിലൊരു സംശയമില്ല. കാര്യം നോ വേ ഒരു മാനേജറിൻ്റെ ബാക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല പ്ലേയേഴ്സിന്. ദേ ഓൾ ലവ് മുഹമ്മദ് സല. മുഹമ്മദ് സല ഒരു വലിയ ഫിഗറാണ് ക്ലബ്ബിൽ ഫോർ ദ പ്ലെയേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനെ ബാക്ക് ചെയ്യേണ്ട കാര്യം പ്ലെയേഴ്സിനില്ല. ആൻഡ് പ്ലെയേഴ്സ് കുറേ 2-3 പ്ലെയേഴ്സ് ഓൾറെഡി അവർക്ക് മടുത്ത പോലെയാണ്. ഓൾറെഡി മറ്റേ നമ്മുടെ PSV ഗെയിം കഴിഞ്ഞപ്പോൾ കർട്ടിസ് ജോൺസ് വന്ന് പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾ ഇതിലും കൂടുതൽ പ്രസ് ചെയ്തുകൊണ്ടിരുന്നൊരു ടീമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദി അപ്രോച്ച് ഓഫ് ദ മാനേജർ. വാൻഡൈക്ക് ഒട്ടും ഹാപ്പി അല്ല. ഇപ്പോൾ ആലിസണും റോബർട്ട്സണും ഒന്നും ഹാപ്പി അല്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ ഹീ വിൽ ബി ഔട്ട്. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡു നോട്ട് എൻ്റർടൈൻ ദിസ്. എനിക്കത് എൻ്റർടൈൻ ചെയ്യാൻ തോന്നുന്നില്ല. കാര്യം പ്ലെയേഴ്സിന് ഇഷ്ടക്കേട് വന്നതുകൊണ്ട് മാനേജേഴ്സിനെ പുറത്താക്കാൻ തുടങ്ങിയാൽ ക്ലബ്ബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് വേറെ എവിഡൻ്റായ ക്ലബ്ബുകളുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു താല്പര്യമില്ല. ആൻഡ് സല ഇത് പറയുന്നുണ്ടെങ്കിൽ സലയോട് ക്ലബ്ബ് പറഞ്ഞിട്ടുണ്ടാകും ജനുവരിയിൽ, ഇഫ് വി ഗെറ്റ് സൂട്ടബിൾ ഓഫേഴ്സ് വിൽ സെൽ യു. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ഇതിലെന്താണ് സൊല്യൂഷൻ ചോദിച്ചാൽ ക്ലിയർലി എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസും എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ
ഐ ഫീൽ ബോത്ത് ഷുഡ് ഗോ. എനിക്ക് തോന്നുന്നത് രണ്ട് പേർക്കും ഇവിടെ ഇനിയൊരു സ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എസ്പെഷ്യലി ഫോർ സ്ലോട്ട്. കാര്യം സ്ലോട്ടിന് ഡ്രസ്സിങ് റൂം പോയി, ഫാൻസിന് ഓൾറെഡി ഒരു കണക്ഷൻ ഇല്ലാത്ത മാനേജറാണ് സ്ലോട്ട്. ഇവിടെ നിന്നിട്ട് ഇനി വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഹീൽ ബി അണ്ടർ ഇമ്മെൻസ് പ്രഷർ. കാര്യം സല ആഫ്കോണിന് പോയാലും സ്ലോട്ട് ഇവിടെ ഉള്ളപ്പോൾ സ്ലോട്ടിന് നല്ല ചീത്ത ആക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ് വുഡ് ബി ബെറ്റർ സ്ലോട്ട് ലീവ് ഫസ്റ്റ്, എന്നിട്ട് ജനുവരി വിൻഡോ ആകുമ്പോൾ സല ഷുഡ് ലീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ വെരി സാഡ് എൻഡിങ് ടു എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അല്ലാതെ എന്താ പറയുക, കാര്യം ഫോർ ബോത്ത്, ഫോർ ആർണെ സ്ലോട്ട് ആൻഡ് മുഹമ്മദ് സല. ആർണെ സ്ലോട്ട് ആണെങ്കിൽ ഈ ഫസ്റ്റ് സീസണിൽ വരുന്നു, ഈ ടുക്ക് അപ്പ് എ പ്രിറ്റി ഗുഡ് സ്ക്വാഡ് ഫ്രം യോഗൻ ക്ലോപ്പ്. ഈസി ആയിട്ട് പോയി പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുകയാണ്. ഹി ഡോമിനേറ്റഡ് ദ ലീഗ്. ഹി അതായത് കണ്ടു നിന്ന റൈവൽ ഫാൻസിനെയും പുണ്ടിറ്റ്സ് വരെ ഞെട്ടിപ്പോയി. ദ വേ ഹി അപ്രോച്ച് ദ ഗെയിംസ്, ദ വേ പുള്ളി ഒപ്പോണൻസിനനുസരിച്ച് പുള്ളി ടീമിനെ സെറ്റപ്പ് ചെയ്ത രീതി, പുള്ളിയുടെ പ്രസ് കോൺഫറൻസിൽ പുള്ളിയുടെ ഒരു കരിസ്മ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അതിൻ്റെ ഷാഡോ മാത്രമാണ് ആർണെ സ്ലോട്ട്. ഹീസ് ക്രംബിൾ ടു ദ പ്രഷർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പുള്ളിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഓവർകം ചെയ്ത് ഫാൻസിലും പ്ലെയേഴ്സിലും ഒരു ബിലീവ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് എലീറ്റ് മാനേജേഴ്സിന് മാത്രം പറ്റുന്ന കാര്യമാണ്. ആൻഡ് ഹീസ് നോട്ട് കേപ്പബിൾ ഫോർ ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ലോട്ട് ഷുഡ് ഗോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് സെയിം വിത്ത് മുഹമ്മദ് സല. കാര്യം മുഹമ്മദ് സലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹീസ് 33 years old റൈറ്റ് നൗ. ഹീ ഹസൻറ്റ് ബീൻ പെർഫോമിങ് സിൻസ് മാർച്ച്. കഴിഞ്ഞ മാർച്ചിന് ശേഷം പുള്ളി പെർഫോം ചെയ്തിട്ടില്ല. അതായത് 2025 മാർച്ചിന് ശേഷം പുള്ളി മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ല. ആൻഡ് ഈ സീസൺ തുടങ്ങിയിട്ട് ഹസ് ബിൻ ബിലോ ആവറേജ് പുള്ളിയുടെ കേപ്പബിലിറ്റീസ് വെച്ച്. അപ്പോൾ അതുകൊണ്ട് 3 പ്രാവശ്യം ഒരു മാനേജർ ടു സേവ് ഹിസ് ജോബ് ആൻഡ് സേവ് ദ ക്ലബ് ഒബ്വിയസ്ലി അതിന് വേണ്ടി ഒരു 3 മാച്ചിന് ബെഞ്ച് ചെയ്തപ്പോൾ ഇഫ് ഹി കാൺ ടോളറേറ്റ് ഇറ്റ്, എനിക്ക് തോന്നുന്നത് ക്ലബ് ഷുഡൻ ബെൻഡ് ഓവർ ഇറ്റ്. അതിന് വേണ്ടി ക്ലബ്ബ് താഴ്ന്നു കൊടുക്കേണ്ട ഒരു കാര്യമില്ല ടു മുഹമ്മദ് സല. പ്ലെയർ പവറിനേക്കാൾ എന്തുകൊണ്ടും വലുത് ദ ക്ലബ്. ഫോർ എനി ക്ലബ്, ഏതൊരു ക്ലബ്ബിൽ ഇത് നടക്കരുത്. അത് ഏതൊരു വലിയ പ്ലെയർ ആണെങ്കിലും ദ ക്ലബ് ഇസ് ദ ബിഗർ എൻറ്റിറ്റി. സല ഹാസ് ഗോട്ട് ക്രെഡിറ്റ് ഇൻ ദ ബാങ്ക്, പക്ഷേ ഹീസ് നോട്ട് വർത്ത് എൻ ഔൺസ് ഓഫ് ലിവർപൂൾ FC. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹീ ഷുഡ് ഓൾസോ ലീവ്. എനിക്ക് തോന്നുന്നത് ദാറ്റ്സ് ബെറ്റർ ഫോർ ഓൾ പാർട്ടീസ്. എനിക്കതാണ് തോന്നുന്നത്, സ്ലോട്ട് വിൽ ലീവ്. പക്ഷേ ആദ്യം ആർണെ സ്ലോട്ട് ക്ലബ്ബിൽ നിന്ന് പോകണമെന്നാണ് ആസ് എ ഫാൻ എൻ്റെ ഒപ്പീനിയൻ. ഇത് കാണുന്ന ബാക്കിയുള്ളവരുടെ ലിവർപൂൾ ഫാൻസ് ആയാലും റൈവൽ ഫാൻസ് ആയാലും ന്യൂട്രൽസ് ആയാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കോമെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത ഞാൻ എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ നിങ്ങൾ പറയുക. അപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.